കാരുണ്യവാനായ നല്ലവനായ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു. അതിനുശേഷം 8-ാം ഞായറാഴ്ചത്തെ ആരാധനയും കഴിഞ്ഞു. ഞങ്ങൾ ഇനി 9-ാം ഞായറാഴ്ചത്തെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഈ സമയം, ഈ തിങ്കളാഴ്ച ദിവസം ശേഷിച്ച രത്നങ്ങൾ പെറുക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലൂടെ ആത്മഫലങ്ങൾ വിളയിച്ച് ജന്മസാഫല്യം അടഞ്ഞ ആശ്ലീഹന്മാരെ പോലെ കർത്താവിൽ വിശ്വസിച്ച ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ജനങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളോടും പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇതുവരെയായിട്ടും എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും പല പ്രാർത്ഥനകളും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതിന് കാരണമെന്നറിയുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുവിടാത്ത അർഹങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി ഞരങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വന്നിരിക്കുന്ന എല്ലാവരുടെ ആവശ്യങ്ങൾ ഇതിന് മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. മറുപടി കിട്ടാത്ത കാര്യത്തിന് അതിനെ ഞങ്ങൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കരുണ കാണിക്കുന്നതിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ ഉപദേശം കേട്ട് ഞങ്ങൾ ആശ്വാസം പ്രാപിക്കാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. അത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കുന്നവനായിട്ട് തന്നെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 47 മുതൽ 59 വരെയുള്ള ഭാഗം വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ടതായിരുന്നു. അതിലെ ചില ഭാഗങ്ങളൊന്നുകൂടെ വായിക്കുകയാണ്. ജീവന്റെ അപ്പമായ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയ അവർക്കുണ്ടായ പ്രശ്നം. ഇവന്റെ ശരീരം ഭക്ഷിക്കുവാൻ നമുക്ക് തരുന്നതിന് ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷമുള്ള കർത്താവിൻ്റെ സംഭാഷണം ജീവന്റെ അപ്പത്തെക്കുറിച്ചായിരുന്നു. അത് പലർക്കും മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. ഇവന്റെ ശരീരം ഭക്ഷിക്കുവാൻ നമുക്ക് തരുന്നതിന് ഇവൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. ആ തർക്കം ഇന്നും തുടരുകയാണ്. ജീവന്റെ അപ്പമായ യേശുവിനെ തിരിച്ചറിയുവാനോ അവനൊന്ന് ജീവൻ ഉൾക്കൊള്ളുവാനോ കഴിയാത്തവർ ഇന്നുമുണ്ട്. അതിൻ്റെ കാരണം എന്നാണ് നമുക്ക് തിരിച്ചറിയണം. ഈ തർക്കം ഉണ്ടാകാൻ കാരണം എന്താണ്? നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ, തർക്കങ്ങൾ, ഫലശൂന്യമായ മനോഭാവങ്ങൾ ഇവ എങ്ങനെ വരുന്നു? യേശു അവരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാതെ അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾ തന്നെ ജീവനുണ്ടാകുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നത് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ പോലും ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. നിങ്ങൾ പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വചനം എത്ര പേർക്ക് നിവൃത്തിയായി? ഈ അപ്പം ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ് കർത്താവ് കൊടുത്ത അപ്പം 5000 പേര് കഴിച്ചു, 12 ശിഷ്യന്മാരും കഴിച്ചു. പക്ഷെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് എല്ലാവർക്കും എന്നേക്കും ജീവിക്കുന്ന ആ ഇടർച്ചകളുടെ മധ്യത്തിൽ ഇടറാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ഒരു യോഹന്നാന് മാത്രമേ കഴിഞ്ഞുള്ളൂ. കുരിശിൻ്റെ ചുവട്ടിൽ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഇടർച്ചയും തർക്കവും ഉണ്ടായവർ അകന്ന് മാറിപ്പോയി. അവരുടെ പുറകെ കർത്താവിനെ ഉയർത്തുന്നതിന് ശേഷം പോവുകയായിരുന്നു. 10 പേരുടെ പുറകെ പോയി അവരേക്ക് തിരികെ കിട്ടി. പത്യാസിനെ 11ാമനായിട്ട് കിട്ടി. യോഹന്നാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 12 പേരെ ഒപ്പിച്ചു. അവർ സഭയുടെ അടിസ്ഥാന കല്ലുകളായി പണിയപ്പെട്ടിരിക്കുന്നു. നമ്മൾ മുകളിലത്തെ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ ജീവനുള്ള കല്ലുകളായി പണിയുവാൻ ആ ജീവനുള്ള കല്ലാകണമെങ്കിൽ ഈ ജീവൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ജീവൻ കിട്ടിയത് എങ്ങനെയാണെന്നോട് പറയുന്നു. ദൈവപുത്രൻ മനുഷ്യപുത്രനായി ലോകത്തിൽ വന്നപ്പോൾ താൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് കർത്താവിടെ സാക്ഷ്യം പറയുകയാണ്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. അപ്പോൾ പിതാവായ ദൈവതമ്പുരാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട് ആ പിതാവ് മൂലമാണ് പുത്രൻ ജീവിച്ചതെന്നിവിടെ പറയുന്നു. ഇതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ പിതാവിനാൽ അയക്കപ്പെടുകയും പുത്രൻ്റെ അടുത്ത് എത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിതാവിനെ അയച്ചിട്ട് പിതാവ് പുത്രന് ജീവൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ആ ജീവൻ മുഴുവനുമാണ് നമുക്ക് വേണ്ടി തന്നത്. അത് വിശുദ്ധ കുർബാനയിലൂടെയും ജീവിതത്തിലൂടെയും വചനത്തിലൂടെയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു.
എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിച്ചതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പിതാവിൻ്റെ അടുത്തിരുന്നിട്ട് ആ നീതി അന്വേഷിച്ചിട്ട് ആ പിതാവ് പുത്രനെ നമുക്ക് തന്നിട്ട് ആ പുത്രൻ്റെ കൂടെ നമ്മളിരുന്നിട്ട് ആ പുത്രൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട് ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ യേശുവിൻ്റെ വചനത്തെ വിശ്വാസമായി പരിണമിപ്പിച്ച് അത് പ്രത്യാശയായി സ്നേഹമായി ജീവൻ്റെ അപ്പം ഉണ്ടാക്കുന്നതിൽ നമ്മളും കർത്താവിൻ്റെ കരങ്ങളിൽ വാഴ്ത്തപ്പെടാൻ അപ്പമായി കൊടുക്കപ്പെടണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അങ്ങനെ പിതാവ് മൂലം ജീവിച്ച പുത്രൻ തൻ്റെ ജീവൻ മുഴുവൻ നമുക്ക് തരാൻ വേണ്ടി തന്നെ അപ്പമാക്കി കാൽവറി യാഗപീഠത്തിൽ സമർപ്പിച്ച് ആ അപ്പം ഇന്നും വിശുദ്ധ കുർബാനയോട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് എന്നാ ജീവൻ കിട്ടാത്തത്? ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലേ? അപ്പോൾ കർത്താവ് ജീവന്റെ രഹസ്യം ഇവിടെ പറയുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പം നമ്മുടെ ശരീരം എന്തിനെങ്കിലും ഉപകരിക്കണമെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യം പറഞ്ഞില്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നത് എത്രാം വാക്യമാണ്? ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, ശരീരം ഒന്നിന് ഈ ആത്മാവില്ലെങ്കിൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് കണ്ടോ? ആ വാക്യം കണ്ടോ? ഇത്രാം വാക്യമാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എത്രാം വാക്യമാണ്? 63. അപ്പോൾ 63-ാമത്തെ വാക്യം അനുസരിച്ച് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ വചനമെല്ലാം വിശ്വാസമായിട്ട് പരിണമിക്കണം. ആ വിശ്വാസം ആണ് ജീവനായി നമുക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വിശ്വാസത്തിൻ്റെ വരം കിട്ടാത്തത് കൊണ്ടാണ് കുർബാന കണ്ടിട്ടും കുർബാന അനുഭവിച്ചിട്ടും കുർബാന ചൊല്ലിച്ചിട്ടും ജീവൻ കിട്ടാത്തത്. വിശ്വാസിക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. യൂദോസ്കറിയാത്തായ്ക്ക് വിശ്വാസമില്ല എന്നാണ് കർത്താവ് സൂചിപ്പിച്ചത്. യൂദോസ്കറിയാത്ത കുർബാന അനുഭവിച്ചെങ്കിലും അവൻ കെട്ടിയാവുന്നയാകേണ്ടി വന്നു. അപ്പോൾ വിശ്വാസം മുടക്കിയെ മാറ്റണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വാസം മുടക്കി എങ്ങനെയാണ് മാറ്റുന്നത്? കർത്താവ് ജീവന്റെ അപ്പമായി കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ജീവന്റെ അപ്പമായി സമർപ്പിക്കപ്പെട്ടതെന്ന് ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൽ ഗെത്സമനായ തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അവൻ പതിവ് പോലെ ഒരു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാവോ? അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന. അപ്പോൾ അവിശ്വാസിയാകുക എന്ന് പറയുന്ന പരീക്ഷയിൽ തോറ്റ് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്.
നമ്മുടെ വിശ്വാസം കുറയ്ക്കാൻ വേണ്ടി പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പല പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കും. ശരി, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന നടത്തിയാലേ പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നവരാകാൻ സാധിക്കൂ. പരീക്ഷ സഹിച്ചാലേ, പരീക്ഷ ജയിച്ചാലേ കൊള്ളാവുന്നവരാകാനൊക്കെ ഉള്ളൂ. കൊള്ളാവുന്നവർ ആത്മാവുള്ളവരാണ് മുമ്പേ വായിച്ചു. കൊള്ളരുതാത്തവരായി തീരുന്നത് ആത്മാവില്ലാത്തതുകൊണ്ടാണ്. ആത്മാവില്ലാത്ത എന്തുകൊണ്ടാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിക്കണം. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തേക്ക് എന്ന് മുട്ടുകുത്തി പ്രാർത്ഥന. ഇപ്പൊ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ചിലരിൽ നിന്ന് ഇതിൽ അകന്നു മാറിയാലേ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൂ. എല്ലായിടത്തും എല്ലാവരുടെ കൂടെയും പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് ഒരു പ്രശ്നം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനും പ്രാർത്ഥിക്കുകയെന്ന് കർത്താവ് പറഞ്ഞിട്ട് താൻ തന്റെ പരീക്ഷയെ ജയിക്കാൻ വേണ്ടി താന് 3 ശിഷ്യന്മാരെ വിട്ടിട്ട് കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെ. കാരണം 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയാലും അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഒക്കാതെ വണ്ണം അവർക്ക് വിഷാദത്താലുള്ള ഉറക്കം ഉണ്ടായിരുന്നു. പറയുന്നത് വിഷാദ ഉറക്കം. അവർ വിഷാദത്താൽ ഉറങ്ങിയിരുന്നുകൊണ്ടാണ് കർത്താവിനെ അവരെ വിട്ടുപോകേണ്ടി വന്നത്. വിഷാദത്താൽ അവർ ഉറങ്ങിയെന്നുള്ള കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നറിയാവും. എത്രാം വാക്യത്തില? 40. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് അവൻ കണ്ടു. അപ്പോൾ അവർക്ക് വിഷാദ ഉറക്കം ഉണ്ടായതുകൊണ്ടാണ് കർത്താവ് അവരെ വിട്ടൊരു കല്ലേറ് ദൂരം മാറിപ്പോയി പ്രാർത്ഥിച്ചു. അപ്പൊ വിഷാദ ഉറക്കം തൂങ്ങികളായി പള്ളിയിൽ വന്നിരുന്നാൽ അവിടെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പള്ളിയിൽ വരുമ്പോഴോ വീട്ടിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ കാണില്ല പള്ളിയിൽ വരുന്നത്, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കാണില്ല ധ്യാനമൊന്നിലേക്ക് പോകുന്നത്. അവിടെയും വിഷാദ ഉറക്കമായിട്ട് ആരെങ്കിലും വന്നിരുന്നാൽ എന്തൊരു ചെറിയ കിടക്കുന്ന എവിടെ പോകാനാണ്, എങ്ങോട്ടാ പോകുന്നത്? എനിക്കോ പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ മറ്റുള്ള പ്രാർത്ഥന മുടക്കുക, അതും പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, എൻ്റെ വിഷാദം കൊണ്ട്, എൻ്റെ പരിഭവം കൊണ്ട്, എൻ്റെ പരാതി കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ഞാൻ അവിശ്വാസത്തിലാണ് ഇപ്പോഴും. എന്നാൽ ഞാനൊന്ന് മാറിക്കൊടുത്താൽ അവരെ മറ്റേതെങ്കിലും പ്രാർത്ഥിച്ചു മാറിക്കൊടുക്കാനൊക്കെ പോകും. എന്താ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഏതായാലും അവിടെ ഇപ്പൊ എളുപ്പം ഇവരെ മാറ്റുന്നതിന് കർത്താവ് മാറുന്നതായിരുന്നു എളുപ്പം. കർത്താവ് അവരവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടെന്ന് വിചാരിച്ചു അവിടെ മാറിപ്പോയി. ചിലരിൽ നിന്നും ചില സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകേണ്ടി വരും. അതെവിടാണെന്ന് കർത്താവിനോട് ചോദിക്കണം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇപ്പൊ പ്രാർത്ഥനയിൽ മുട്ടുകുത്തിന്റെ പ്രാധാന്യം, മറ്റുള്ളവരുമായിട്ടൊരു വേർപാട്, മുട്ടുകുത്തൽ എന്നിട്ടുള്ള പ്രാർത്ഥന. മുട്ടുകുത്തി പ്രാർത്ഥന നമുക്കറിയാവോ? കുർബാനയ്ക്കിടയിൽ പുരോഹിതന്മാർ അംശവസ്ത്രങ്ങൾ ധരിച്ച് മുട്ടുകുത്തി പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണത്. ജനങ്ങളും അതുപോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. വീട്ടിൽ തന്നെ ഒരു മുറിയോ ഒരു മുറിയുടെ കോണോ ഒരു പായിടുന്ന സ്ഥലമോ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേർതിരിക്കാൻ വേണമെന്നുള്ള കാര്യം ഇവിടെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിച്ച രീതി 42-ാം വാക്യത്തിൽ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിതാവിന്റെ മനസ്സിന് 1-ാം സ്ഥാനം കൊടുക്കുക. പിതാവ് മനസ്സ് വെക്കുന്ന കാര്യം നടന്നാൽ മതി. പിതാവിന് മനസ്സുണ്ടെങ്കിലും എന്ന് പറഞ്ഞാണ് തനിക്ക് വഹിക്കാൻ പാടില്ലാത്ത ഈ പാനപാത്രം നീക്കാമോ എന്ന് ചോദിച്ചത്. പ്രാർത്ഥനയുടെ തുടക്കത്തിലും പ്രാർത്ഥനയുടെ അവസാനത്തിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള മനോഭാവം. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നിനക്ക് മനസ്സുണ്ടെങ്കിലും എന്ന് പറഞ്ഞു, പ്രാർത്ഥനയുടെ അവസാനത്തിൽ നിനക്ക് ഇഷ്ടമുണ്ടായി മതി എന്ന് പറഞ്ഞു.
അപ്പോൾ പിതാവിൻ്റെ മനസ്സും ഇഷ്ടവും ഒന്നാം സ്ഥാനത്ത് നിന്നെങ്കിലേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന കാര്യം ഓർക്കുന്നു. പിതാവിൻ്റെ പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി മാതൃകകൾ തന്നെയാണ്. അപ്പോഴാണ് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായത്. അപ്പം അങ്ങനെ അതുവരെ ആ ദൂതൻ വന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാത്രം വന്ന ഒരു ദൂതൻ. നമുക്കും അങ്ങനെയുള്ള ദൂതനെ കർത്താവ് കരുതിയിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മേലാന്ന് പറയുമ്പോൾ, കർത്താവേ എനിക്കിത് മേല, എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാറ്റി തരണം, ഏതെങ്കിലും എൻ്റെ ഇഷ്ടമല്ല എന്ന് പറയണം. ഇത് മാറ്റി തന്നാൽ കൊള്ളായിരുന്നു എന്നല്ല പറയുന്നത്. മാറ്റുന്നത് നിന്റെ കൂടെ ഇഷ്ടമാണെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം, സഹിക്കാനുള്ള കൃപ തരണം എന്ന് പറയുമ്പോഴാണ് ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൂതനെ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ദൂതന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച എങ്ങനെയാണ്? ദൂതനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശകലങ്ങൾ വ്യത്യാസം വന്നു. അതെന്നതാണ്? പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന അറിയാമോ? അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെ ആയിത്തീരുന്നു. അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല. നമുക്ക് പ്രാർത്ഥനയ്ക്കിടയിൽ വിയർപ്പ് വരാറുണ്ട്, വിയർപ്പിലൂടെ രക്തം വരാറുണ്ട്. അത്രയൊന്നും ആയിട്ടാണ് എനിക്ക് അങ്ങനത്തെയൊക്കെ പ്രാർത്ഥന കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ വെളിക്കൂട്ടി കുരിശ് വരയ്ക്കും, വല്ലപ്പോഴും ഒന്ന് നോട്ട് വെക്കും. എന്നാൽ ഇനിയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇനി പഠിക്കാൻ കിടപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന തുടരാമെങ്കിൽ അതിവേദനയോടെ ദൂതനോടൊപ്പം രക്തം വേർക്കത്തക്കതായ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടി വരും. അതിനിപ്പോഴേ ഒരുങ്ങിക്കോ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ജീവന്റെ അപ്പമാവാൻ സാധിക്കുന്നത്. അപ്പോൾ യേശു ജീവന്റെ അപ്പമായതിനു മുമ്പ് ആ വലിയ കാൽവരി ക്രൂശിലേക്ക് കയറുന്നതിന് മുമ്പ് രക്തം വേർക്കത്തക്ക തരത്തിലുള്ളതായ പ്രാർത്ഥന നടത്തി ദൂതനോടൊപ്പം കുരിശ് വലിച്ചോട് നടന്നു എന്നാണ്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ചെന്നു. അവർ വിഷാദത്തോടെ ഉറങ്ങുന്നത് കണ്ടു. അവനവരോട് നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അഭിപ്രായപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ശിഷ്യന്മാരോട് പറയാൻ, നിങ്ങൾ എഴുന്നേറ്റ്, നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, നിങ്ങളും മുട്ടുകൊട്ടി പ്രാർത്ഥിക്കുക. പക്ഷെ അവർക്കത് അനുസരിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരെല്ലാം ചെതറിപ്പോവുകയാണ്. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു ജനക്കൂട്ടം 12 പേരിൽ ഒരുവനായ യൂദാ അവർക്ക് മുമ്പേ നടന്ന് യേശുവിനെ ചുംബിക്കുവാൻ അടുത്ത് വരുന്നു. യേശു അവനോട്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം വേണമെങ്കിൽ യൂദായ്ക്ക് വേണേൽ മാനസാന്തരപ്പെടുത്തായിരുന്നു. ഒറ്റിക്കൊടുക്കാനാ വരുന്നെന്ന് അറിയാവുന്ന കർത്താവ് യൂദായെ ദ്രോഹി എന്നല്ല വിളിക്കുന്ന സ്നേഹിതനാണ് വിളിക്കുന്നത്. സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ ചുറ്റും നിന്നവർ കണ്ട്, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമെന്ന് ചോദിച്ചു. അവനൊരുവൻ മഹാപുരോഹിതന് ദാസനെ വെട്ടി അവൻ്റെ വലതു ചെവി അറുത്തു. അപ്പോൾ യേശു, അരുത്, അത് പാടില്ല എന്ന് പറഞ്ഞ് അവൻ ചെവി തൊട്ട് സുഖമാക്കി. യേശു തനിക്കെതിരെ വന്ന മഹാപുരോഹിതന്മാരും ദേവാലയത്തിലെ പഠനാര്യന്മാരും മൂപ്പന്മാരും ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളുകളും വടികളുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എനിക്കെതിരെ നിങ്ങൾ കൈനീട്ടിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇതിൻ്റെ അധികാരവുമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പിടിക്കുവാനും ഉപദ്രവിക്കുവാനും
ഉള്ള ചില നാഴികകളുണ്ട്. ഈവിളിൻ്റെ അധികാരമുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ കുരിശുണ്ടാക്കി നമ്മളെ പീഡിപ്പിക്കുവാൻ പിതാവ് അനുവദിച്ചിരിക്കുന്ന നാഴികയും ഈവിളിൻ്റെ അധികാരവും ഈ ലോകത്തിലുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്നാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ജീവൻ്റെ അപ്പമാകുവാൻ ഈ വഴിയിലൂടെ എല്ലാം പോകേണ്ടി വരും എന്നുള്ള ബോധത്തോടെ നമുക്ക് പ്രാർത്ഥന. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കാവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം മഴ പെയ്യുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഈ മഴ വെള്ളത്തുള്ളികളായി വരുന്നതിന് മുമ്പ് അത് മേഘമായിരുന്ന ഒരു സമയം, മേഘം ആവിയായിരുന്ന ഒരു സമയം, ആവി മുകളിലേക്ക് ഉയർത്തണം വെള്ളത്തെ ആവിയാക്കിയ തീയുടെ സാന്നിധ്യം അല്ലെ ചൂടിൻ്റെ സാന്നിധ്യം ഇതെല്ലാം എൻ്റെ പുറകിലൊന്നും കാര്യം ഓർക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കുന്നതിന് മുമ്പിൽ ഐശ്വര്യ പോലെ ഉറഞ്ഞിരിക്കുന്നതായ ഞങ്ങളുടെ ദൈവിക മണ്ഡലത്തിൽ തണുത്തുപോയ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിനേയും ചൂടാക്കുവാൻ, ഞങ്ങളെ തല്ലുവാനും ഇടിക്കുവാനും പൊട്ടിക്കുവാനും ചെതറിക്കുവാനും ചൂടാക്കുവാനും നീ അറിയിക്കുന്ന കുരിശിൻ്റെ അനുഭവങ്ങൾക്കാണ് നന്ദി പറയുന്നു. യേശു അതിവേദനയോടെ പ്രാർത്ഥിച്ചത് രക്തം ഏർക്കത്തക്കൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയത് പാപവും ഭാവികളും ഹൃദയം കല്ലിട്ടുപോയവരും നടത്തിയതായ വേദനയുടെ മധ്യത്തിലാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സഭയിലും ധ്യാനമണ്ഡലത്തിലും സമൂഹത്തിലും ശുശ്രൂഷാവേളയിലും എല്ലാം ഹൃദയം കല്ലിട്ട് പോയതിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വേദനയും അസ്വസ്ഥതയും നടുവും ഒക്കെ ഉണ്ടാകുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ള അതിനനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. 24 നൂറ്റാണ്ടിൽ ജീവൻ ജപമായി മാറുന്നത് ഞങ്ങളുടെ ദേശീയ മണ്ഡലത്തിലെ മഹത്വം ശക്തിയാണ് സമ്മതിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സംഭാവന ചെയ്ത് ഞങ്ങൾ കർത്താവിൻ്റെ ഇടങ്ങളിൽ വാഴ്ത്തപ്പെട്ട് മുറിക്കപ്പെട്ട് കൊടുക്കുന്ന അപ്പങ്ങളായി ജീവൻ്റെ അപ്പമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ തർക്കമുള്ളവരും തീർച്ചയുള്ളവരും അവിശ്വാസികളും ഞാൻ കുറിച്ചുണ്ടായിക്കൊണ്ടേയിരിക്കുന്ന കാര്യമായിട്ട് എല്ലാ ദിവസവും കർത്താവിൻ്റെ വരവ് വരെ കർത്താവിനെ വാഴ്ത്തുവാനുള്ള അപ്പങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് കുരിശുകാഴ്ച തുടരുകയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങൾക്ക് എതിർപ്പുകളും തർക്കങ്ങളുള്ളവരുടെ മധ്യത്തിൽ ജീവിക്കുന്നവരും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വേർത്ത് മാറിയിരുന്ന് കർത്താവിനെ പോലെ പ്രാണവേദനയിലായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യേശുവിനാമത്തിൽ യാചിക്കുന്നു. പിതാവിനും